രാജ്യത്തെ നഗരഗതാഗതത്തിൽ വിപ്ലവമാകുന്ന പറക്കും ബസ്സുകൾ നിരത്തിലിറക്കുമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. നമസ്കാരം, ഞാൻ ജാസ്മിൻ. രാജ്യത്തെ നഗര ഗതാഗത രംഗത്ത് പുതിയൊരു മാറ്റത്തിന് വഴിയൊരുക്കുന്ന പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. നഗരങ്ങളിലെ വർദ്ധിച്ചു വരുന്ന ഗതാഗത കുരുക്കിനും യാത്രാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായി പറക്കും ബസ് സംവിധാനം അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നതായാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി അടുത്തിടെ വെളിപ്പെടുത്തിയത്. ലക്നൌവിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മന്ത്രി ഭാവിയിലെ ഗതാഗത ആശയങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ ഗതാഗത മേഖലയെ കൂടുതൽ ആധുനികവൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്നും അതിന്റെ ഭാഗമായാണ് പറക്കും ബസ് പദ്ധതിയെ പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിയുടെ കൃത്യമായ സമയപരിധിയോ സാങ്കേതിക രൂപകൽപ്പനയോ സംബന്ധിച്ച വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഭാവിയിൽ നഗരയാത്രാ സംവിധാനത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ആശയമാണിതെന്നത് വ്യക്തം. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ അതിവേഗം വളരുകയാണ്. ജനസംഖ്യ വർദ്ധിക്കുന്നതിനൊപ്പം വാഹനങ്ങളുടെ എണ്ണവും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഇതോടെ റോഡുകളിലെ ഗതാഗതക്കുരുക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് റോഡുകളെ മാത്രം ആശ്രയിക്കാത്ത പുതിയ ഗതാഗത മാർഗങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പറക്കും ബസ് സംവിധാനം യാഥാർത്ഥ്യമായാൽ റോഡിലെ തിരക്ക് കുറയ്ക്കാനും യാത്രാസമയം ലാഭിക്കാനും സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് മുംബൈ, ഡൽഹി, ബംഗളൂരു പോലുള്ള വലിയ നഗരങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾക്ക് വലിയ സാധ്യതകളുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നഗര വ്യോമഗതാഗത സംവിധാനങ്ങൾ പരീക്ഷണഘട്ടത്തിലാണ്. ചെറിയ ദൂരങ്ങളിലേക്ക് ആളുകളെ വേഗത്തിലെത്തിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് എയർ മൊബിലിറ്റി സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ പല രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലും ഭാവിയിലെ ഗതാഗത സംവിധാനങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ബദൽ ഇന്ധനങ്ങൾ, റോപ്വേകൾ, കേബിൾ കാറുകൾ, നഗര വ്യോമഗതാഗതം തുടങ്ങിയ മേഖലകൾക്കും പ്രാധാന്യമേറെയാണ്. അതേസമയം പറക്കും ബസ് പദ്ധതി എന്നത് യഥാർത്ഥത്തിൽ വ്യോമമാർഗമാകുമോ എന്നതിൽ വ്യക്തതയില്ല. എന്നിരുന്നാലും ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വേഗതയേറിയതും പരിസ്ഥിതി സൗഹൃദവുമായ യാത്രാ സൗകര്യം ഒരുക്കുക എന്നതുതന്നെയാണ്. മലിനീകരണവും നഗരങ്ങളിലെ വാഹന സമ്മർദ്ദവും കുറയ്ക്കാനും ഇതുപോലുള്ള സാങ്കേതിക വിദ്യകൾ സഹായകമാകും. പുതിയ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ സാങ്കേതിക വെല്ലുവിളികളും സുരക്ഷാ മാനദണ്ഡങ്ങളും പരിഗണിക്കേണ്ടതായുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ, ചെലവ്, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇത്തരം പദ്ധതികൾ നടപ്പാക്കും മുമ്പ് ഉറപ്പുവരുത്തേണ്ടതായുണ്ട്. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന നഗര ജനസംഖ്യയ്ക്ക് വേഗമേറിയതും വൃത്തിയുള്ളതും കൂടുതൽ കാര്യക്ഷമവുമായ യാത്രാ സംവിധാനം ഒരുക്കാൻ പറക്കും ബസ്സിന് കഴിയുമെന്നാണ് നിതിൻ ഗഡ്കരി പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. എന്തായാലും വാഹനത്തിരക്കിൽ കുടുങ്ങുന്ന നഗരയാത്രകൾക്ക് ആശ്വാസമേകുന്ന ഒരു പദ്ധതിയാകും പറക്കും ബസ് എന്നതിൽ തർക്കമില്ല. പുതിയ യാത്രാ രീതികൾ ഇന്ത്യയുടെ വികസന മുന്നേറ്റത്തിന്റെ തെളിവായും മാറുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.